ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കയിൽ ചെന്ന് ചർച്ച നടത്തിയപ്പോൾ അത് ലോക മാധ്യമങ്ങൾ വരെ വളരെ കൊണ്ടാഘോഷിച്ചു. പക്ഷേ ഇരുവരുടെയും കൂടിക്കാഴ്ചയിൽ പല സാമ്പത്തിക ധാരണകളും ഉണ്ടായെങ്കിലും ഇന്ത്യ അമേരിക്കയിലേക്ക് ഉയർന്ന വിലയ്ക്ക് ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് US ചുമത്തുന്ന താരിഫ് കുറച്ചില്ല. ഇളവ് പരിഗണിക്കാമെന്ന ഉറപ്പ് പോലും ട്രംപ് നൽകിയില്ല. കാരണം ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും തൽക്കാലം UK ട്രംപ് അതിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. US ചരക്കിറക്കുന്ന എല്ലാ രാഷ്ട്രങ്ങൾക്കും ഒരേ നികുതി എന്നതാണ് ട്രംപിൻ്റെ നിലപാട്. എന്നിട്ടും ഇന്ത്യയിലെ വ്യവസായ പ്രമുഖർ ട്രംപിനെതിരെ കമ എന്നൊരക്ഷരം ഇതുവരെ മിണ്ടാതിരിക്കെ ഉഭയകക്ഷി വ്യാപാരം സന്തുലിതമാക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തിയ താരിഫ് ഭീഷണി ഇന്ത്യയിൽ മറ്റൊന്നുമല്ല വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സോഹോ എന്ന IT പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ശ്രീധർ വെമ്പു. ട്രംപിൻ്റെ ഭീഷണി മൂലം അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ വർദ്ധിപ്പിക്കേണ്ടി വരും. അങ്ങനെ ഇന്ത്യയെ അമേരിക്ക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ നിർബന്ധിതരാക്കിയിരിക്കുന്നു. ഇന്ത്യ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ അത് അമേരിക്കൻ ഇറക്കുമതി കാരണം വലിയൊരു ധനക്കമ്മിയിലേക്ക് രാജ്യം ചെന്ന് വീഴുമെന്നാണ് ശ്രീധർ വെമ്പുവിൻ്റെ മുന്നറിയിപ്പ്. വൻകിട US IT പ്ലാറ്റ്ഫോമുകൾ സ്വന്തമായിട്ടായിട്ടും ഇവിടെ തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ തൻ്റെ സോഹോ അനുബന്ധ സ്ഥാപനങ്ങൾ അഭിമാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ശ്രീധർ വെമ്പു. അത്തരമൊരു ആഗോള IT വിദഗ്ധന് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരാനാകും ട്രംപിൻ്റെ താരിഫിൽ ഒളിഞ്ഞിരിക്കുന്ന ഭീഷണികൾ എന്തൊക്കെയെന്ന്. അമേരിക്കയിലേക്ക് സോഫ്റ്റ്വെയർ സേവനം കയറ്റുമതി ചെയ്ത് ചൈനയിൽ നിന്നും കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യയെന്ന് ശ്രീധർ വെമ്പു പറയുന്നു. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തുണ്ടാക്കുന്ന മിച്ചം ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി മൂലമുണ്ടാക്കുന്ന കമ്മിയെ മറികടക്കാൻ സഹായിക്കുന്നുണ്ട് ഇന്ത്യയെ. എന്നാൽ ഇനി അമേരിക്കയിൽ നിന്ന് ഐഫോണും GPUവും LPGയും ന്യൂക്ലിയർ പ്ലാന്റുകളും യുദ്ധവിമാനങ്ങളും എന്തിനേറെ വിസ്കി വരെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ച് ഉഭയകക്ഷി കയറ്റുമതിയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അന്തരം കുറയ്ക്കാൻ ഇന്ത്യക്ക് മേലെ സമ്മർദ്ദം ഏറിയിരിക്കുകയാണ്. ഈ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വിമാനം US ചെന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഇന്ത്യയിൽ ഒരു വൻ നികുതി വെട്ടിക്കുറച്ചിട്ടാണ് മോദി അവിടെ എത്തിയത്. അമേരിക്കൻ നിർമ്മിത വിസ്കിയുടെ ഇന്ത്യയിലെ നികുതി കുത്തനെ വെട്ടിക്കുറച്ച് ട്രംപിനെ സന്തോഷിപ്പിക്കുകയാണ് ഒരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ നരേന്ദ്രമോദി ആദ്യം ചെയ്തത്. അതിൽ ഡൊണാൾഡ് ട്രംപ് സന്തുഷ്ടനാകുകയും ചെയ്തു. ഇത് ഒരു സംഭവം മാത്രം. ഇതുപോലുള്ള എത്രയോ സംഭവങ്ങൾ ഇനി ഇന്ത്യയിൽ നടക്കാനിരിക്കുന്നു. ഇത്തരമൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങാതിരിക്കാൻ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കാൻ ഇന്ത്യ ശ്രമിക്കുകയും വേണം. അതിനെന്താണ് വേണ്ടത്? ആഭ്യന്തര ഉൽപ്പാദനം കൂടുതൽ ശക്തിപ്പെടുത്തണം. സോഫ്റ്റ്വെയർ സേവന കയറ്റുമതി കൊണ്ട് മാത്രം കാര്യമില്ലെന്ന് അർത്ഥം. ഇതൊരൊറ്റ രാത്രി കൊണ്ട് സംഭവിക്കില്ല എന്നതിനാൽ തന്നെ രാജ്യത്ത് വിലക്കയറ്റം ഉയരാനുള്ള സാധ്യത കൂടുതലാണെന്നും ശ്രീധർ വെമ്പു വ്യക്തമാക്കുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം US-മായുള്ള ഇന്ത്യയുടെ വ്യാപാര മിച്ചം ഇരട്ടിയായി ഉയർന്നിട്ടുണ്ട്. 2019-20 $17.3 ബില്യൺ ഉഭയകക്ഷി വ്യാപാരത്തിൽ ഇന്ത്യയുടെ മിച്ചം. ഇത് 2023-24 $35.33 ബില്യൺ വളർന്നു. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലുണ്ടായ വൻ കുതിപ്പാണ് ഇന്ത്യക്ക് നേട്ടമായത്. രത്നങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങിയ പരമ്പരാഗത കയറ്റുമതിയിൽ US കാര്യമായൊരു ചലനം സൃഷ്ടിക്കാനുമായില്ല. പക്ഷേ ഈ $17.3 ബില്യണിൽ നിന്നും $35.33 ബില്യണിലേക്ക് ഇന്ത്യയുടെ കയറ്റുമതി മിച്ചം അമേരിക്കയുമായി ഉയർന്നെങ്കിൽ ഈ ഉയർന്ന വിലയ്ക്ക് കയറ്റിവിട്ട എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ അമേരിക്ക ഇന്ത്യക്ക് തിരിച്ച് താരിഫ് നികുതി തന്നിരിക്കും. അപ്പോൾ ഇന്ത്യയുടെ കയറ്റുമതി മൂല്യം വീണ്ടും കുറയും. അപ്പോൾ ഇന്ത്യ അതിനെ മറികടക്കാൻ കൂടുതൽ ഉൽപ്പന്നങ്ങൾ US കയറ്റുമതി ചെയ്യും. അല്ലെങ്കിൽ US നിന്നും തിരിച്ച് ഇന്ത്യയിലേക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്ത് ഇത് ബാലൻസ് ചെയ്യും. ഇതാണ് ഇപ്പോൾ ഇന്ത്യയുടെ തന്ത്രം. അമേരിക്കയുടെ തന്ത്രവും ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യയും അമേരിക്കയുമായി വ്യാപാര ബന്ധം, വ്യാപാര ഇടപാടുകൾ $50,000 കോടി 2030 കൊണ്ടെത്തിക്കുമെന്നാണ്. അതൊരു വൻ മിച്ച കണക്കാണ്. കാരണം ഇന്ത്യയിൽ നിന്നും പരമാവധി അങ്ങോട്ടേക്ക് അയക്കാവുന്ന ഒരു ഉൽപ്പാദക രാഷ്ട്രമല്ലാത്ത ഇന്ത്യക്ക് പരമാവധി US കയറ്റുമതി ചെയ്യാനാകുന്ന ഉൽപ്പന്നങ്ങളുടെ എണ്ണത്തിലൊരു അളവുണ്ട്, ഒരു പരിമിതിയുണ്ട്, ഒരു പരിധിയുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് അതില്ല. അമേരിക്കയുടെ കൺമുന്നിൽ ഇന്ത്യ ഒരു വിശാലമായൊരു മാധ്യമമാണ്, വിൽപ്പന കമ്പോളമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ വിസ്കി മുതൽ F-35 ജെറ്റ് യുദ്ധവിമാനം വരെയുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് അനായാസേന എത്തും. അത് അമേരിക്ക നിശ്ചയിക്കുന്ന നികുതി ഇവിടെ ഇന്ത്യയിൽ കൊടുക്കേണ്ടി വരും. ഇതോടെ ഇന്ത്യയിൽ വില കൂടും എന്ന് തന്നെയാണ് വളരെ വ്യക്തമായി ഏതൊരു കൊച്ചു കുഞ്ഞിന് മനസ്സിലാകുന്ന രീതിയിൽ ശ്രീധർ വെമ്പു പറഞ്ഞ് മനസ്സിലാക്കിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.